നമസ്കാരം, ഡെയിലി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായ ഒരു കിണർപ്പണി കാണിക്കാനാണ്. ഈ കാണുന്ന കിണറിന്റെ മുകൾ ഭാഗം ഏകദേശം 3 മീറ്റർ വീതിയുള്ള ഒരു സ്ക്വയർ ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്തോറും അവസ്ഥ മാറുകയാണ്. അടിഭാഗത്ത് ഏകദേശം 5 മീറ്ററോളം മണ്ണ് ഉള്ളിലോട്ട് ഇടിഞ്ഞ് ഒരു വലിയ മട രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ നമ്മളവിടെ 4 മീറ്ററിന്റെ വലിയൊരു റിങ് വാർത്തു. പക്ഷെ പണി കഴിഞ്ഞതും മഴ വന്ന് കിണർ ഫുള്ളായി മൂടിപ്പോയി. ശ്വാസം മുട്ടലും വെള്ളത്തിന്റെ ഇടങ്ങീറുമൊക്കെയായി വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു. പിന്നീട് മോട്ടോർ വച്ച് വെള്ളം അടിച്ചു കളഞ്ഞ് നമ്മൾ ആ പണി എങ്ങനെ പൂർത്തിയാക്കിയെന്ന് വീഡിയോ കണ്ടു തന്നെ അറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. മണ്ണ് കുറച്ച് കൂടുതലായി ഇനി വരാൻ സാധ്യതയുണ്ട്. നല്ല വെള്ളം ഈ ഭാഗത്തുനിന്നാണ് വരുന്നത്. ഫ്രെയിം പറഞ്ഞെങ്കിൽ മണ്ണൊക്കെ മാറണം. ഈ കിണറ്റിൽ വെള്ളമായിരുന്നു, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. കണ്ടോ, നല്ല വെള്ളം മാത്രമേ ഉള്ളൂ. ഒന്നും പറയണ്ട, എന്തായാലും നമുക്കിതിൽ ഫുള്ള് ഊരിയെടുക്കണം. കോങ്കോറ്റ് കുത്തനെ കമ്പിയൊക്കെ തുരുമ്പിടിച്ചിരുന്നു. ഒന്നും കാണണമെന്നില്ല, ഫുള്ള് ഉള്ളിലാണ്, ഫുള്ള് മടയാണ്, മട. വലിയ മോട്ടർ കിടന്ന് വെള്ളമടിച്ച് കയറ്റാണ്. ഇവിടെ വെള്ളം ഉപയോഗിച്ചുള്ളൂ. ഇത് ഫുള്ളായിട്ട് വെള്ളമായിരുന്നു. അപ്പോൾ ശരി, ഏതായാലും പണി നടക്കണേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പം അങ്ങനെ പീസ് ഫുള്ള് ഊരി കഴിഞ്ഞിട്ടാ. ഇതാണ് ഇനി അടുത്ത ഈ വർഷം വാർക്കൂല. ഇനി മഴ ഒക്കെ മാറിയ ശേഷം ഈ വാർക്കുള്ളൂ. ഒരു ദിവസം മഴ പെയ്തതിനാണ് ഇത് ഫുള്ളായിട്ട് മൂടി. ഇത് കിണറ്റിൻ്റെ ഉള്ളിലാണ് വാർക്കുന്നത്. ഉള്ളിൽ നിന്ന് ഉദ്ദേശിച്ചാൽ സൈഡ് കയറി. അപ്പോൾ അതാണ് ഇത്രയ്ക്കും ബുദ്ധിമുട്ട്. ഈറ്റങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്.